കോഡ്സ് ഒക്കെ റെഡിയാണോ? പ്രയർ എന്താ പേസ്റ്റ് ചെയ്ത ആള് Good morning, all. Good Good morning, morning, ma'am. ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, morning. Starting out. Okay, let's start this class. Start the prayer. ഞാൻ ചൊല്ലാം മാം. Okay. Good morning, ma'am. മിസ്സിനെ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? കാണാം മാം. കാണാം. Okay. Yeah. തുടങ്ങിക്കോളൂ prayer. I'm Selena from Palakkad. There shall be showers of this is the promise of love. There shall be seasons refreshing sent from the Savior above. Showers of blessing we need. Mercy drops round us are falling. For the showers we plead. Mercy drops round us are falling, but for the showers we plead. Thank you, ma'am. Okay. Set of three. Good morning, ma'am. And my dear friends, signing by Nofala. Old friends are gold, new friends are diamond. If you get diamonds, don't forget gold, because only gold can hold a diamond. Dr. APJ Abdul Kalam. Yeah. Okay. Yeah. എന്നെ കാണാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. കാണാൻ പറ്റുന്നുണ്ടോ? ചിലപ്പോ റേഞ്ച് ഇഷ്യൂ ആയിരിക്കുമല്ലോ. കാണാൻ പറ്റുന്നില്ല മാം. എനിക്ക് ഇന്നലെ മുതലല്ല, വെള്ളിയാഴ്ച മുതലേ അങ്ങനെ കാണാൻ നോക്കുന്നില്ല. കാണാൻ പറ്റുന്നില്ല. എല്ലാവരും കാണാൻ പറ്റുന്നുണ്ടോ? വിസിബിൾ ആണോ? കാണാൻ പറ്റുന്നുണ്ട് മാം. കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ട് മാം. ഒരു പക്ഷേ ആ സ്മാർട്ട് സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഇതില്ലേ, സ്മാർട്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നില്ല, അതിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ചിലപ്പോൾ ആവുമായിരിക്കും. എനിക്ക് അങ്ങനെ സംഭവിച്ചായിരുന്നു, അതുകൊണ്ടാണ്. ഞാൻ നോക്കട്ടെ. Okay. Okay, just wait a second. സ്മാർട്ട് സ്ക്രീൻ ഉള്ളതല്ലെങ്കിൽ നമ്മുടെ പ്രിന്റ് കാണിക്കുന്നില്ല, ഇത് കാണിക്കുന്നില്ല, നോട്ട് ഇട്ട് തന്നിട്ടില്ല, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നമ്മള് പേജ് നമ്പർ പേജ് നമ്പർ ഒന്ന് പറയാവോ? ഐ തിങ്ക് 27 or 28. ഓക്കെ, നമ്മള് പ്രോണൗൺ ആണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ? പ്രോണൗൺ എവിടെ വരെ പറഞ്ഞു നമ്മള്? പാർഷ്യൽ പ്രോണൗൺ കംപ്ലീറ്റ് ചെയ്തോ? 3 types of pronoun. 3 types of pronoun, possessive pronoun, മറ്റേ object pronoun, subject pronoun ഒക്കെ പറഞ്ഞു. Personal pronouns are there, subject pronoun, possessive pronouns. അത് പേഴ്സണൽ പ്രോണൗണിൽ വരുന്നതാണ് ഇതെല്ലാം കേട്ടോ. പേഴ്സണൽ പ്രോണൗണിൽ വരുന്നതാണ് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. അതുപോലെ സബ്ജക്ട് പ്രോണൗൺ, ഒബ്ജക്ട് പ്രോണൗൺ, പൊസസീവ് പ്രോണൗൺ, ഇതെല്ലാം പേഴ്സണൽ പ്രോണൗണിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ പേഴ്സണൽ പ്രോണൗൺ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, സോ മൂവിങ് ഓൺ, ദി നെക്സ്റ്റ് പ്രോണൗൺ ഈസ് എംപാറ്റിക് പ്രോണൗൺ. ഓക്കെ, എംപാറ്റിക് പ്രോണൗൺ എന്ന് പറയുമ്പോ നമ്മൾ പറയില്ലേ മൈസെൽഫ്, അങ്ങനെ എല്ലാവരും പറയും എന്നെ തന്നെ. അതാണ് മൈസെൽഫിന്റെ മീനിങ്. എന്നെ തന്നെ, നിന്നെ തന്നെ എന്നൊക്കെ പറയില്ലേ? അപ്പൊ മൈസെൽഫ്, ഹിംസെൽഫ്, ഹെർസെൽഫ്, യുവർസെൽഫ് എന്നൊക്കെ പറയാറില്ലേ? ഇറ്റ്സെൽഫ്. മാം, സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ ഒന്നും പറഞ്ഞില്ലല്ലോ.
ഫസ്റ്റ് പേഴ്സൺ പറഞ്ഞു മാം, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേഴ്സൺ തേർഡ് പേഴ്സൺ അതൊക്കെ പറഞ്ഞതാ കഴിഞ്ഞ ക്ലാസ്, ഒത്തിരി വട്ടം പറഞ്ഞതാ. സബ്ജക്റ്റ് പേഴ്സൺ സബ്ജക്റ്റ് പ്രോനൗണ്, ഒബ്ജക്ട് പ്രോനൗണ്, പൊസസീവ് പ്രോനൗണ്, പിന്നെ ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസ് ആർ ഡിവൈഡ് ഇൻറ്റു ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. സബ്ജക്ട് പ്രൊനൗൺസിന് എക്സാമ്പിള്, പൊസസീവ് പ്രൊനൗൺസിന് എക്സാമ്പിള്, ഫസ്റ്റ് പേഴ്സണിന്റെ എന്താണ് അതുപോലെ തന്നെ ടു യു എന്നുള്ളത് സെക്കൻഡ് പേഴ്സൺ ആണ്, ഷീ ഇറ്റ് ദേ എന്നുള്ളത് തേർഡ് പേഴ്സൺ ആണ്. ഇതെല്ലാം മാം ഒത്തിരി വട്ടം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാ. ഞാനാണ് ക്ലാസ് ശ്രദ്ധിക്കുന്നതേ ഉള്ളൂ, വേറെ വായിക്കാൻ സമയമില്ല. എന്നിട്ട് അത് പറഞ്ഞത് കേട്ടുള്ള ഓർമ്മയാ. ഡൗട്ട് ചോദിക്കാൻ തുടങ്ങാണോ? അദ്ദേഹത്തെ ചോദിക്കല്ലേ, ഞാൻ ഓൺമ്യൂട്ട് ചെയ്തോട്ടോ ക്ലാസ്. ഓക്കെ, ഡൗട്ട് ക്ലാസ് ആണ് എന്നൊരു ഒപ്പീനിയൻ ഉണ്ട്. സത്യമാണോ അത്? യെസ് മാം, അത് സത്യമാണ്. സത്യമാണ്. യാ, ഓക്കെ. അപ്പൊ ഡൗട്ടിന് ഞാൻ സമയം തരും, ഇപ്പൊ അല്ല. ഓക്കെ, ഞാൻ തമാശക്ക് പറഞ്ഞാണ് ഇതൊക്കെ, സീരിയസ് ആക്കി എടുക്കരുതേ. ഓക്കെ, നമ്മള് ഫ്രണ്ട്സ് അല്ലേ? ഞാൻ ടീച്ചറായിട്ട് കാണണ്ട, ഒരു ഫ്രണ്ട് ആയിട്ടുണ്ടാകും. ഓക്കെ, ഫ്രണ്ട്സ് അല്ലേ? അപ്പൊ ഫ്രണ്ട്സ് എന്നൊക്കെ എന്തെങ്കിലും പറയാലോ. ഓക്കെ, ഓക്കെ. അപ്പോ എംഫാറ്റിക് പ്രോണൗൺ, എംഫാറ്റിക് പ്രോണൗണിൽ വരുന്ന ഓരോ പ്രോണൗണിലും ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പഠിക്കുന്ന ഈ 9 ടൈപ്സ് ഓഫ് പ്രോണൗൺസ് നമ്മൾ പഠിക്കും. ഈ 9 ടൈപ്സ് ഓഫ് പ്രോണൗണിലും ഓരോ കീവേഡ്സ് ഉണ്ട്. ആ കീവേഡ്സ് വെച്ചിട്ടാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അതാണ് കുറച്ചുകൂടി സിമ്പിൾ, പെട്ടെന്ന് മനസ്സിലാവും. അപ്പോ ഈ എംഫാറ്റിക് പ്രോണൗണിൽ വരുന്ന കീവേഡ്സ് ആണ് ഈ മൈസെൽഫ്, യുവർസെൽഫ്, ourselves, himself, herself, itself, themselves. ഓക്കെ, ഇത്രയും കീവേഡ്സ് ആണ് നമ്മുടെ എംഫാറ്റിക് പ്രോണൗണിൽ വരുന്നത്. ഓക്കെ, ഇത് വരെ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അതിന്റെ മലയാളം മീനിങ് പറയണമെങ്കിൽ മൈസെൽഫ് എന്നെ തന്നെ, യുവർസെൽഫ് നിന്നെ തന്നെ, നിന്റെ തന്നെ, ഹിംസെൽഫ് അവന്റെ തന്നെ, ഹെർസെൽഫ് അവളുടെ തന്നെ, ഇറ്റ്സെൽഫ് അതിന്റെ അല്ലെങ്കിൽ ഇതിന്റെ തന്നെ, ദംസെൽസ് അവരിൽ തന്നെ, ഔർസെൽഫ് ഞങ്ങളുടെ തന്നെ. ഓക്കെ, ആ ഒരു മീനിങ്ങിലാണ് ഇത് വരാം. അപ്പോ I report the bike myself. ഞാൻ ബൈക്ക് ഞാൻ തന്നെ റിപ്പയർ ചെയ്തു. ഞാൻ എന്റെ ബൈക്ക് ഞാൻ തന്നെ റിപ്പയർ ചെയ്തു. അപ്പൊ ഞാൻ തന്നെ റിപ്പയർ ചെയ്തു അല്ലെ? report the bike myself. ഞാൻ തന്നെ റിപ്പയർ ചെയ്യുന്ന പറയുമ്പോൾ I report the bike myself എന്ന് വരും. ഞാൻ തന്നെ ചെയ്തു. നീ നിന്റെ കാര്യങ്ങളെല്ലാം നീ തന്നെ ചെയ്യണം. അതെങ്ങനെയാ പറയാം? You should do all things yourself. നിന്റെ കാര്യങ്ങൾ നീ തന്നെ ചെയ്യണം. ഓക്കെ, അപ്പൊ ആ ഒരു മീനിങ് ആണ് എല്ലാത്തിനും വരാം. മൈസെൽഫ്, യുവർസെൽഫ്, ഹിംസെൽഫ് അങ്ങനെ ഒരു മീനിങ് ആണ് വരാം. എത്രാമത്തെ പേജ് ഞാൻ കഴിഞ്ഞ ക്ലാസ് ഇല്ലായിരുന്നു എന്ന് പറയാമോ? പേജ് നമ്പർ 31. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അത് ആൻസർ ചെയ്യണേ. അപ്പൊ ഞാൻ പറയണ്ടല്ലോ. അപ്പോ എംഫാറ്റിക്കിൽ വരുന്ന കീവേഡ്സ് ആണ് ഞാൻ പറഞ്ഞത്. സോ സെന്റൻസിൽ അങ്ങനെ ഒരു കീവേഡ്സ് കാണുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ കാരണം ഈ എംഫാറ്റിക്കും റിഫ്ലെക്സീവും സെയിം ആയിട്ട് വരും. കാരണം എംഫാറ്റിക് പ്രോണൗണിലും റിഫ്ലെക്സീവ് പ്രോണൗണിലും യൂസ് ചെയ്യുന്നത് ഈ സെയിം കീവേഡ്സ് തന്നെയാണ്. ഓക്കെ, കൺഫ്യൂഷൻ വരേണ്ടത് ശ്രദ്ധിച്ചിരിക്കുക. ഈ എംഫാറ്റിക് പ്രോണൗൺ, പിന്നെ തേർഡ് വൺ ഈസ് റിഫ്ലെക്സീവ് പ്രോണൗൺ ആണ് അല്ലെ? നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, 2 പ്രോണൗൺ ആണ്. ഈ 2 പ്രോണൗണിലും നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ്സ് സെയിം ആണ്. ഇപ്പൊ പറഞ്ഞ മൈസെൽഫ്, അവർസെൽഫ് ഈ കീവേഡ്സ് തന്നെയാണ് നമ്മൾ ഈ 2ലും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതെങ്ങനെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അതാണ് ഈ പറയുന്നത്. സോ ശ്രദ്ധിച്ചിരിക്കാം. Emphatic pronouns are used to stress the noun or pronoun it stands for. It can stress a noun in the object position but not a pronoun. അതായത് ഇവിടെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് emphatic pronoun എപ്പോഴും ഒരു നൗൺ അല്ലെങ്കിൽ പ്രോനൗണിന് ശേഷമായിരിക്കും വരും.
അത് മനസ്സിലാക്കാം കേട്ടോ. എംഫാറ്റിക് പ്രോണൗൺ ഒരു നൗണിന് അല്ലെങ്കിൽ ഒരു പ്രോണൗണിന് ശേഷമായിരിക്കും വരാം. എവിടെയെങ്കിലും എഴുതി വെക്കും എംഫാറ്റിക് പ്രോണൗൺ എഴുതി കൊടുക്കാം. എന്നിട്ട് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോ നൗണിനോ അല്ലെങ്കിൽ പ്രോണൗണിനോ ശേഷമായിരിക്കും എപ്പോഴും ഈ കീവേഡ് വരാം. അതായത് ഈ മൈസെൽഫ്, ഹിംസെൽഫ് എന്ന് പറയുന്ന കീവേഡ്സ് നൗണിനും പ്രോണൗണിനും ശേഷമായിരിക്കും വരാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് എംഫാറ്റിക് പ്രോണൗൺ ആണ്. ഓക്കെ, is it clear? മാം ഒന്നുകൂടി ഒന്ന് പറയാവോ? ഇപ്പോ ഞാൻ തന്നിരിക്കുന്ന കീവേഡ്സ് മൈസെൽഫ്, ഹിംസെൽഫ് എന്ന് പറയുന്ന കീവേഡ്സ് നൗണിനോ പ്രോണൗണിന് ശേഷമാണ് സെന്റൻസിൽ വന്നിരിക്കുന്നതെങ്കിൽ അത് emphatic pronoun ആണ്. ജോളി വർഗീസ് mute yourself. Okay. എന്താ മാം പറഞ്ഞ കേട്ടില്ല? മ്യൂട്ട് ചെയ്യാനാണോ പറഞ്ഞേ? ഓക്കെ. അപ്പോ ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? മൈസെൽഫ് എന്ന് പറയുന്ന ഇത്രയും തന്നിരിക്കുന്ന ഈ കീവേഡ്സ് നൗണിനോ പ്രോണൗണിനോ ശേഷമാണ് സെന്റൻസിൽ വന്നിരിക്കുന്നതെങ്കിൽ അത് എംഫാറ്റിക് പ്രോണൗൺ ആണ്. ഇതാണ് അതിന്റെ ഡെഫിനിഷൻ. മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കുക. അല്ലാണ്ട് ഡെഫിനിഷൻ ആരും ചോദിക്കൊന്നുമില്ല എക്സാമിൽ. അപ്പൊ മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കാം. ഓക്കെ, അപ്പോ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന എക്സാമ്പിൾ ഒക്കെ നോക്കിയാണ്. ഐ റിപ്പയർഡ് ദ ബൈക്ക് മൈസെൽഫ്. ഇവിടെ ബൈക്ക് എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. ആ നൗണിന് ശേഷമാണ് അവിടെ മൈസെൽഫ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെയും പറയാം അതിനെ. ഐ മൈസെൽഫ് റിപ്പയർഡ് ദ ബൈക്ക് എന്നും പറയും. അതും എന്താണ്? ഐ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോണൗൺ ആണ് അല്ലെ? ആ പ്രോണൗണിന് ശേഷമാണ് മൈസെൽഫ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കിയേ, we ourselves have to build our own strength. അവിടെയും പ്രോണൗണിന് ശേഷമാണ് ഈ കീവേഡ് വന്നിരിക്കുന്നത്. So it's a emphatic pronoun. So we can say it's a emphatic pronoun. Is it clear or not? Clear, ma'am. Clear. Yes, ma'am. നെക്സ്റ്റ് പ്രോണൗൺ റിഫ്ലെക്സീവ് പ്രോണൗൺ. ഞാൻ പറഞ്ഞു സെയിം കീവേഡ് തന്നെയാണ് അല്ലെ? ഇവിടെ നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. എംഫാറ്റിക് പ്രോണൗൺ എന്താണെന്ന് മനസ്സിലായാലോ? നൗണിന് ശേഷമോ അല്ലെങ്കിൽ പ്രോണൗണിന് ശേഷമാണ് ആ കീവേഡ് വരുന്നെങ്കിൽ എംഫാറ്റിക് പ്രോണൗൺ ആണ്. ഇനി അങ്ങനെ കീവേഡ് വന്നില്ലെങ്കിൽ നൗണിന് ശേഷവും പ്രോണൗണിന് ശേഷവും അല്ല കീവേഡ് വരുന്നതെങ്കിൽ അതെന്തായിരിക്കും? റിഫ്ലെക്സീവ് പ്രോണൗൺ ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെ പഠിക്കുന്നതാണ് സിമ്പിള്. ഏതെങ്കിലും ഒന്ന് ഇതിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ മറ്റൊന്ന് കിട്ടുമല്ലോ. ക്ലിയർ ആണോ അത്? Yes, ma'am. മാം അതൊന്നും കൂടി പറയോ? റിഫ്ലെക്സീവ്. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ നോക്കിയേ. They found themselves in great difficulty. ഇവിടെ ഏതെങ്കിലും നൗണിന് ശേഷം അല്ലെങ്കിൽ പ്രോണൗണിന് ശേഷമാണോ ആ കീവേഡ് വന്നിരിക്കുന്നത്? ആണോ? അല്ല. റിഫ്ലെക്സീവ് ആണ്. ഓക്കെ, ചിലപ്പോ ഒരു വേർബിന് ശേഷം ആയിരിക്കും വരാം. ഓക്കെ, അല്ലാണ്ട് നൗണും പ്രോണൗണിന് ശേഷം വരില്ല. എന്തെങ്കിലും ഒരു വേർബിന് ശേഷം ഒക്കെ ആയിരിക്കും മെയിൻ ആയിട്ട് വരാം. ഇവിടെ തന്നിരിക്കുന്ന he drove the car himself എന്ന് പറയുന്നത് ഒരു നൗണിന് ശേഷമാണ് വന്നിരിക്കുന്നത്. സോ അത് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ആ ഒരു എക്സാമ്പിൾ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അത് നമുക്ക് ഓക്കെ. അത് കാർ നൗൺ ആയതുകൊണ്ടാണോ മാം മിസ്റ്റേക്ക് ആണ്? ശരിക്കും ഓക്കെ, മനസ്സിലായി. അപ്പോ എംഫാറ്റിക്കും റിഫ്ലെക്സീവും മനസ്സിലായോ? Yes, ma'am. മനസ്സിലായി. സിമ്പിൾ അല്ലേ? നമ്മൾ പഠിക്കേണ്ടത് സിമ്പിൾ ആയിട്ട് പഠിച്ചാൽ മതി. ഒരിക്കലും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പഠിക്കരുത്. സിമ്പിൾ ആയിട്ട് എങ്ങനെ പഠിക്കാം? എത്രയോ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നു അത്രയും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത് ഇപ്പൊ എടുത്ത രണ്ട് പ്രോണാണോ ക്ലിയർ ആണോ? ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നും കാണുന്നില്ല. എന്താണ് കാണാത്തത്? കയ്യില് എന്തെങ്കിലും ഉണ്ടോ? ടെക്സ്റ്റ് ഉണ്ടോ കയ്യില്? പറയൂ അശ്വതി. കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നോക്കൂ.
ഓക്കെ, അപ്പൊ ഇപ്പോ പറഞ്ഞ രണ്ട് പ്രോണൗണിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. അത് ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രം നമുക്ക് അടുത്ത പ്രോണൗണിലേക്ക് പോവാം. പറയൂ. മാം, ഈ ഹി ഡ്രോ ദി കാർ ഹിംസെൽഫ് പറഞ്ഞില്ലേ മാം, അതിന്റെ കറക്ഷൻ എങ്ങനെയാ മാം? അത് കറക്ഷൻ അല്ല. ഇതിന്റെ ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾ എംപാറ്റിക്കിന്റെ ആണ്. അത് താഴെ കൊടുത്തുന്നു. അത് ഞാനത് നിങ്ങൾ അങ്ങനെയൊക്കെ മാറ്റിയാലും മതി. ഓക്കെ, അവിടെ എഴുതി വെക്കാം. അല്ലെങ്കിൽ ആ ടെക്സ്റ്റിന്റെ അവിടെ നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെക്കാം. കയ്യിലുണ്ട്, പ്രിന്റ് ഔട്ട് കയ്യിലുണ്ടെങ്കിൽ എഴുതി വെക്കാം. അത് എംപാറ്റിക്കിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, കാരണം ഐ റിക്കോർഡ് ദ ബൈക്ക് മൈസെൽഫ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഹി ഡ്രോവ് ദ കാർ ഹിംസെൽഫ്. അവൻ തന്നെയാണ് കാർ ഡ്രൈവ് ചെയ്യുന്നത്. ആ ഒരു മീനിങ് തന്നെയാണ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഡു യു ഹാവ് എനി ഡൗട്ട്സ് അബൌട്ട് ദീസ് പ്രൊനൗൺസ്? പഠിക്കാൻ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഇതാക്കിയാലും പോരെ. രണ്ടിന്റെയും കീവേഡ്സ് ഒരുമിച്ച് പഠിച്ചിട്ട് മറ്റേതെങ്കിലും നൗണോ പ്രോനൗണോ ശേഷം വരുന്നു എന്ന് നോക്കുക അല്ലേ? അത്രയും നോക്കിയാ പോരെ. ഓക്കെ, എളുപ്പം പഠിക്കാൻ ചോദിച്ചു. ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരുപാട് പ്രോനൗൺ ഒരുമിച്ച് വരുമ്പോ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഈ കീവേഡ് ഉള്ള വേർഡ് സെന്റൻസ് അല്ലെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുമല്ലോ. അപ്പൊ ഈ ഇപ്പൊ തന്നിരിക്കുന്ന കീവേഡ് വന്നിരിക്കുന്ന സെന്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്നില്ലെങ്കിൽ അത് എംഫാറ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ ഇത് റിഫ്ലെക്സീവ് ആയിരിക്കും. കാരണം രണ്ടിന്റെയും കീവേഡ് സെയിം ആണ്. അപ്പൊ ഒരു സെന്റൻസ് പെട്ടെന്ന് ഒരു സെന്റൻസ് കണ്ടാല് ഇതില് മൈസെൽഫ് ഹിംസെൽഫ് എന്ന് പറയുന്ന കീവേഡ് ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് എംഫാറ്റിക്കോ ഒന്നില്ലെങ്കിൽ അത് റിഫ്ലെക്സീവോ ആയിരിക്കും. ഓക്കെ, അത് മനസ്സിലാക്കാം. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് അത് ഏതാണെന്ന് നോക്കാം. റിഫ്ലെക്സീവ് ആണോ അല്ലെങ്കിൽ എംഫാറ്റിക് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാം. അതിനുള്ള എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞത്. നൗണിനോ പ്രോനൗണിനോ ശേഷമോ കീബോർഡ് വരുന്നുണ്ടെങ്കിൽ അത് എംഫാറ്റിക് ആണ്. അപ്പൊ അങ്ങനെ പഠിച്ചു വെക്കുക കേട്ടോ. ക്ലിയർ ആണ്? ഓക്കെ മാം. ഓക്കെ, ഇനി ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഞാൻ പിന്നെയും ചോദിക്കാണ്, ഡൗട്ട് ഉണ്ടോ? ഇനി അടുത്ത പ്രോനൗണിലേക്ക് ഹിംസെൽഫ് എന്ന് പറയുന്നത് എംഫറ്റിക് ആണോ? ഹി കട്ട് ഹിംസെൽഫ് എന്ന് പറയുമ്പോൾ മനസ്സിലായില്ല. ഹി കട്ട് ഹിംസെൽഫ് എന്ന് പറയുമ്പോൾ അത് എംഫറ്റിക് എക്സാമ്പിൾ ആണോ? അത് റിഫ്ലെക്റ്റീവ് പ്രോനൗൺ അല്ലേ? അതെവിടെയാണ് കട്ട് വന്നല്ലോ മുന്നേ. ഓക്കെ ഓക്കെ, കട്ട് നൗണിലെ പ്രോനൗണൊന്നും വരില്ല. കട്ട് എന്ന് പറയുന്നത് ഒരു വേർബ് അല്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാനത്തെ പ്രോനൗണിലേക്ക് പോവാണ്. നൗൺ ഏതാണെന്നുള്ള ചോദ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഏത് നൗണാണെന്നുള്ള ചോദ്യം ഉണ്ടാവുള്ളൂ. ക്ലിയർ ആയില്ല ലിജി? ചോദ്യം വരുന്നത് ഏത് നൗൺ ആണെന്നുള്ള ചോദ്യം മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിനകത്ത് വന്നപ്പോ. എന്താണോ ഏത് നൗൺ ആണെന്നല്ല, ഏതാണ് ഐഡന്റിഫൈ വിച്ച് ഈസ് എംഫാറ്റിക് പ്രോനൗൺ എന്നായിരിക്കാം ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഓപ്ഷൻ ചിലപ്പോൾ ഒരു 4 സെന്റൻസ് തന്നിട്ട് അതിൽ ഏതാണ് എംഫാറ്റിക് പ്രോനൗൺ എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം. ABC എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്നുള്ളത് ആ കറക്റ്റ് ഓപ്ഷൻ നിങ്ങൾ എഴുതുക. എ ആണെങ്കിൽ എ എഴുതുക. ഓക്കെ, അതിൽ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ 4 ടൈപ്പ് ആയിരിക്കും. കീവേഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ പ്രോനൗൺ ഐഡന്റിഫൈ ചെയ്യുക. ഇതില് രണ്ടിലും സെയിം പ്രോനൗൺ കീവേഡ് തന്നെ ആയതുകൊണ്ടാണ് ഞാൻ നൗണിന് ശേഷവും പ്രോനൗണിന് ശേഷം വരുന്നത് എംഫാറ്റിക് ആണെന്ന് പറഞ്ഞത്. അപ്പൊ ആ രീതിയിൽ വേണം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ആൻസർ ചെയ്യാൻ. ഓക്കെ, ഓൾ ക്ലിയർ ആണ്? മൂവിംഗ് ഓൺ ദ നെക്സ്റ്റ് pronoun is indefinite pronoun. Indefinite pronoun വരുന്ന കീവേഡ്സ് ഏതൊക്കെയാണെന്ന് കണ്ടല്ലോ സ്ക്രീനിൽ. everyone, everybody, someone, somebody, anyone, anybody, no one, nobody, everything, something, anything, nothing, none, some, all, too many. ഇത്രയും കീവേഡ്സ് ഉണ്ട്. ഈ കീവേഡ്സ് വരുന്നത് ഇൻഡിഫിനൈറ്റ് പ്രോനൗൺ ആണെന്ന് മനസ്സിലാക്കാം. അത്രയോ സിമ്പിൾ ആണ്. സെന്റൻസിൽ തന്നിരിക്കുന്ന സെന്റൻസിൽ ഇതിൽ ഏതെങ്കിലും ഒരു കീവേഡ് ഉണ്ടെങ്കിൽ അത് ഇൻഡിഫിനൈറ്റ് പ്രോനൗൺ ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ ആണോ? someone called when you were alone. അവിടെ someone എന്ന് പറയുന്ന ഒരു കീവേഡ് ഉണ്ട്. സോ ഇറ്റ്സ് എ ഇൻഡിഫിനൈറ്റ് പ്രോനൗൺ.
everyone is to make a contribution. Everyone is a keyword of indefinite pronoun, so it's a indefinite pronoun. That's all. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. കീവേഡ് വെച്ചാണ് നമ്മൾ ഓരോ പ്രോണൗൺ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും സിമ്പിൾ വേ ഓഫ് ലേണിംഗ്. ഓക്കെ, അടുത്തത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ. അതിനെ കീവേഡ് പഠിക്കുക. മാമിന്റെ വാക്ക് ഇങ്ങനെ ക്ലിയർ ആയി വന്നില്ല. ആ പിന്നെ ഇൻഡിഫിനൈറ്റ് പ്രൊണൗൻ അല്ലേ ഇപ്പൊ പറഞ്ഞില്ല മാം, അത് എക്കോ വന്നു എന്റെ ക്ലിയർ ആയില്ല. ആ എവരിബഡി ആ ടെസ്റ്റിലുണ്ട്. അത് ഇത്ര ആ കീവേഡ് ഇത്ര യൂസ് ചെയ്യുന്നത് ഇൻഡെഫിനിറ്റ് പ്രോനൗൺ എന്നാണ് മാം പറഞ്ഞത്. അത്രേ പറഞ്ഞുള്ളൂ അല്ലേ? ഓക്കെ, ഞാനിപ്പോ പറഞ്ഞതെല്ലാം ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ. നിങ്ങൾ ടെക്സ്റ്റും കൂടെ വെച്ചിട്ട് കേൾക്കുക ക്ലാസ് കേട്ടോ, അതാണ് കുറച്ചുകൂടെ ബെറ്റർ. അതല്ല മാം, എക്കോ സൗണ്ട് വന്നു. ഇവിടെ റേഞ്ചിന്റെ പ്രോബ്ലം ആണോ എന്നറിയില്ല, അപ്പൊ തീരെ കേൾക്കുന്നില്ല. അതാ ഞാൻ ചോദിച്ചത്. ആ, കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഇത് റെക്കോർഡ് ക്ലാസ് കാണാം. അപ്പൊ റേഞ്ച് ഇഷ്യൂ ഉണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണാം കേട്ടോ. അപ്പൊ ക്ലിയർ ആയിക്കോളും. ടെക്സ്റ്റ് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കീവേഡ്സ് ഈ പ്രോണൗണിലുണ്ട്. ആ കീവേഡ്സ് എല്ലാം നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ ടെക്സ്റ്റുള്ള കീവേഡ്സ് ആണ് ഞാൻ വായിച്ചത്. സോ ആ കീവേഡ്സ് വരുന്ന സെന്റൻസ് കണ്ടാല് അത് ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ് കേട്ടോ. അപ്പോ നെക്സ്റ്റ് പ്രോണൗണിലേക്ക് പോട്ടെ. ക്ലിയർ അല്ലേ? ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ ക്ലിയർ അല്ലേ? കീവേഡ് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പ്രോണൗൺ ഐഡന്റിഫൈ ചെയ്യുക. അതാണ് കുറച്ചുകൂടി സിമ്പിൾ. അല്ലാതെ ഒരുപാട് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവേ ഉള്ളൂ. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നിങ്ങൾ പഠിക്കേണ്ടത് ഏതൊക്കെ പ്രോണൗണിൽ ഏതൊക്കെ കീവേഡ്സ് ആണെന്ന് പഠിക്കുക. അത് പഠിക്കണം. അത് പഠിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ പേഴ്സണൽ പ്രോണൗണിൽ യൂസ് ചെയ്യുന്ന കീവേഡ്സ് ഏതാണെന്ന് പഠിക്കുക. എംഫാറ്റിക്കലും റിഫ്ലെക്സിലും യൂസ് ചെയ്യുന്ന കീവേഡ്സ് ഏതാണെന്ന് പഠിക്കുക. ഇൻഡിഫിനൈറ്റ് യൂസ് ചെയ്യുന്ന കീവേഡ്സ് ഏതാണെന്ന് പഠിക്കുക. അങ്ങനെ കീവേഡ്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് സെന്റൻസ് കാണുമ്പോൾ ഏത് പ്രോണൗൺ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ പഠിക്കേണ്ടത് അതാണ്. കീവേഡ്സ് പഠിച്ചു വെക്കുക, അത് മസ്റ്റ് ആണ്. ഓക്കെ, അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സിമ്പിൾ ആണ്. അപ്പൊ അടുത്ത പ്രോണൗൺ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാ പ്രോണൗണും പഠിക്കാൻ ഇപ്പൊ ഞാൻ എടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇപ്പൊ ഡിസ്ട്രിബ്യൂട്ടീവിൽ വരുന്ന പ്രോണൗൺ ഈച്ച്, ഐദർ, നൈദർ, ഈ മൂന്ന് കീവേഡ് മാത്രമേ വരുന്നുള്ളൂ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗണിന്. അപ്പൊ ഒരു സെന്റൻസ് കണ്ടാൽ ആ സെന്റൻസിൽ ഈ ഐദറോ ഈ നൈദറോ ഈച്ചോ ഉണ്ടെങ്കിൽ ഏതൊരു ഒന്നായിരിക്കും ഉണ്ടാവുക കേട്ടോ. മൂന്ന് ഒരിക്കലും വരില്ല. ഇപ്പൊ ഏതൊരു സെന്റൻസ് ആണെങ്കിലും കീവേഡ്സ് ഏതെങ്കിലും ഒരു കീവേഡ്സ് വരുള്ളൂ. ഓക്കെ, ഏതെങ്കിലും ഒരു കീവേഡ് മാത്രമേ വരുള്ളൂ. അല്ലാതെ തന്നിരിക്കുന്ന എല്ലാ കീവേഡും ഒരുമിച്ച് ഒരു സെന്റൻസിൽ വരില്ല. അതല്ല ഒന്നോ രണ്ടോ കീവേഡും വരില്ല. ഏതെങ്കിലും ഒരു കീവേഡ് മാത്രമേ ഒരു സെന്റൻസിൽ വരുള്ളൂ. ഓക്കെ, അപ്പൊ അത് ഏത് പ്രോണൗണിലെ കീവേഡ് ആണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത് ഏത് പ്രോണൗണെന്ന് മനസ്സിലാവുമല്ലോ. സിമ്പിൾ അല്ലേ? അപ്പൊ ഡിസ്ട്രിബ്യൂട്ടീവിൽ വരുന്ന കീവേഡ് എന്ന് പറയുന്നത് ഈച്ച്, ഐദർ, നൈദർ, ഈ മൂന്ന് കീവേഡാ വരാം. ഇത് ഏതെങ്കിലും ഒരു കീവേഡ് ആയിരിക്കും ഒരു സെന്റൻസിൽ വരാം. എക്സാമ്പിൾ, ഈച്ച് ഓഫ് ദി ഗേൾസ് വാസ് ഗിവൺ എ പ്രൈസ് എന്ന് പറയുന്ന സെന്റൻസിൽ വന്നിരിക്കുന്ന കീവേഡ് ഏതാണ്? ഈച്ച് ആണ്. അപ്പൊ ഈച്ച് എന്ന് പറയുന്ന കീവേഡ് ഉള്ളത് ഏത് പ്രോണൗണിലാണ്? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗണിലാണ്. അപ്പൊ ഐഡന്റിഫൈ വിച്ച് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ടാവും. 4 ഓപ്ഷനില് ഏതെങ്കിലും ഒരു സെന്റൻസിലായിരിക്കും ഈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗണിന്റെ കീവേഡ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടില്ലേ? അപ്പൊ ആ സെന്റൻസ് അല്ലേ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗണിൽ വരാം. ഇത്രയേ ഉള്ളൂ, ഒരു കോംപ്ലിക്കേറ്റഡ് അല്ല. ഓക്കെ, ഇപ്പൊ ഈ കാണുന്ന ഈ 9 ടൈപ്സ് ഓഫ് പ്രോണൗൺ നമ്മൾ പഠിക്കുന്നത് ഈ രീതിയിലാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. കീവേഡ്സ് നോട്ടിൽ എഴുതി വെക്കാം, അത് മാത്രം ചെയ്യും. ഓക്കെ, ടെക്സ്റ്റില് കീവേഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ പ്രോണൗണും അതിന്റെ കീവേഡ്സും നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, പഠിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോണൗൺ ഈസ് ദ ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ. ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗണിൽ വരുന്നത്
symbol. This, these, that, those. This, that ന്റെ plural ആണ് these, those. അപ്പൊ ഏതൊക്കെ വരാ? This, that, these, those. ഈ 4 കീവേഡ് മാത്രമാണ് ഡെമോൺസ്ട്രേറ്റീവിൽ വരാം. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യാ. സോ സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾക്കത് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്താൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? Yes, ma'am. ക്ലിയർ മാം. Yes, ma'am. അപ്പൊ അടുത്ത പ്രോണോൺ ഏതാണ്? ഇൻട്രഗേറ്റീവ് പ്രോണോൺ. ഇൻട്രഗേറ്റീവ് പ്രോണോണിൽ വരുന്ന കീവേഡ് who, whose, whom, what and which. ഇത്രയും കീവേഡ് മാത്രമേ വരുള്ളൂ. അത് ക്വസ്റ്റ്യൻ വേർഡ് ആണ്. WH ക്വസ്റ്റ്യൻ വേർഡ് ആണ്. അതിൽ വരുന്നത് who, whose, whom, what and which ആണ് വരാം. ഓക്കെ, വൈ ഒന്നും ഇല്ല കേട്ടോ. വൈ ഇല്ല, വേറെ ഇല്ല. അത് മനസ്സിലാക്കാം. WH ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വൈയും വേറിട്ടുണ്ടാവുമല്ലോ. അതില്ല. ഓക്കെ, ഉള്ളത് ഈ who, whose, whom, what, which. അതായത് എന്തുകൊണ്ട്, എവിടെ എന്നൊരു ചോദ്യം ഒരിക്കലും വരില്ല. എന്തുകൊണ്ട് എന്നുള്ളത് വൈയാണ്, എവിടെ എന്നുള്ളത് വേറാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, കാരണം കിട്ടേണ്ടത് നമുക്ക് ഒരു നൗണോ പ്രോനൗണോ ആയിരിക്കും അല്ലെ? കാരണം നമ്മൾ അതിന്റെ ബേസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ നൗണോ പ്രോനൗണോ കിട്ടണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പാടല്ലേ ചോദിക്കേണ്ടുള്ളൂ. അതിൽ വേറോ വയ്യോ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ വേറും വയ്യും ഇല്ലാത്തത്. അപ്പൊ ഇത്രയും കീവേഡ് ആണ് അതിലുള്ളത്. ഇൻട്രോഗേറ്റീവ് പ്രോനൗണിലുള്ള കീവേഡ് who, whose, whom, that, what, which. അപ്പൊ ഇത്രയും കീവേഡ് വരുന്നുണ്ടെങ്കിൽ അത് ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ ആണ്. ഇതുവരെ എടുത്ത പ്രോനൗൺ ക്ലിയർ വേണ്ട. പറഞ്ഞോളുണ്ടോ? ഒരു പ്രോനൗൺ എടുത്തത് കംപ്ലീറ്റ് ചെയ്തു. റെസിപ്രോക്കൽ പ്രോനൗൺ, അതിന് മുമ്പ് ഒരു പ്രോനൗൺ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ഞാൻ പറഞ്ഞത്. അപ്പോ റെസിപ്രോക്കൽ പ്രോനൗൺ എന്ന് പറയുന്നത് ഇവിടെ കീവേഡ് വരുന്നത് ഈച്ച് അതർ, വൺ അനദർ. ഇത് രണ്ടും ഉള്ളൂ, പറഞ്ഞില്ല. ഈച്ച് അതർ ആൻഡ് വൺ അനദർ ആണ് റെസിപ്രോക്കൽ പ്രോനൗണിൽ യൂസ് ചെയ്യുന്ന കീവേഡ്. അപ്പൊ അത് രണ്ടും വരുന്ന സെന്റൻസ് ഉണ്ടെങ്കിൽ, അതിൽ ഏതെങ്കിലും ഒന്ന് വരുന്ന സെന്റൻസ് ഉണ്ടെങ്കിൽ അത് റെസിപ്രോക്കൽ പ്രോനൗൺ ആണ്. ഓക്കെ, അപ്പൊ 8 പ്രോനൗൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ 8 പ്രോനൗൺ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ 8 പ്രോനൗണിന്റെ കീവേഡ്സ് നിങ്ങൾ എഴുതിയെടുത്തോ? എഴുതിയെടുത്തില്ലെങ്കിൽ നമ്മളോട് പറഞ്ഞുതരാം, അത് എഴുതാം. കാരണം ചാപ്റ്റർ കഴിഞ്ഞു, അതുകൊണ്ടാണ്. പറയൂ, എഴുതിയെടുത്തോ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എന്താ ചെയ്യണ്ടേ? അപ്പൊ 8 പ്രോനൗൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതെല്ലാം നമുക്ക് കീവേഡ് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മാം 8 പ്രോനൗൺ ആണോ? 9 ആണോ 8 ആണോ മാം? എനിക്ക് കൺഫ്യൂഷൻ ആയി. 9 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. 9ാമത്തെ കോംപ്ലിക്കേറ്റഡ് ആണ്. അത് ഇപ്പൊ പറയുമ്പോൾ ഓക്കെ മാം, ഓക്കെ. എന്റെ നോട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ? ഈ പ്രോനൗൺ നോട്ട്? ഇല്ല മാം, ഒരു നോട്ടോ ചെയ്തിട്ടുള്ളൂ. നൗണാ ചെയ്തിട്ടുള്ളൂ, പ്രോനൗൺ ചെയ്തിട്ടില്ല. നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇനി അറിയേണ്ടത് ഈ റിലേറ്റീവ് പ്രോനൗൺ ആണ്. 8 പ്രോനൗൺ ക്ലിയർ ആണോ? എന്നിട്ട് ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടും കൂടെ കൺഫ്യൂഷൻ എടുക്കും. യെസ് മാം, ക്ലിയർ ആണ്. അപ്പൊ ഇനി റിലേറ്റീവ് പ്രോനൗണിലേക്ക് പോവാം. റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത് ഒരു സെന്റൻസിൽ നിന്ന് മറ്റൊരു സെന്റൻസിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്, റിലേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ആ ഫസ്റ്റ് സെന്റൻസിൽ നിന്ന് സെക്കൻഡ് സെന്റൻസിലേക്ക് റിലേറ്റ് ചെയ്യുന്ന പ്രോനൗൺസിനെയാണ് നമ്മൾ റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ മാം. ഇവിടെയും കീവേഡ്സ് ഉണ്ട്. who, whose, whom, which and that. ഈ രീതിയിൽ നമുക്ക് ഇതാണ് റിലേറ്റീവ് പ്രോനൗണിന്റെ കീവേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ,
Okay. അപ്പോ who, whose, whom, which and that. ഇത് സെയിം interrogative pronoun Interrogative pronoun same. സെയിം തന്നെയാണ് റിലേറ്റീവ് പ്രോണൗൺ വരാം. ഓക്കെ, എന്റെ നോട്ടിൽ ഞാനിവിടെ അത് കൂടാതെ പെയർ ഇട്ടിട്ടുണ്ട്, പെയറും വൈറ്റ് ഇട്ടിട്ടുണ്ട്. സോ അത് മിസ്റ്റേക്ക് ആണ്. അത് ഞാൻ എന്റെ നോട്ട് ക്ലിയർ ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്റർഗേറ്റിൽ വരുന്ന സെയിം കീവേഡ് തന്നെയാണ് നമ്മുടെ എന്തിലാ വരുന്നത്, റിലേറ്റീവ് പ്രോണൗണിലും വരുന്നത്. ഓക്കെ, അപ്പൊ അത്രയും മനസ്സിലാക്കാം. ഇതിനുശേഷം പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കുക, ക്ലിയർ ആയിട്ട് കേൾക്കുക. കൺഫ്യൂഷൻ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതായത് ഈ തന്നിരിക്കുന്ന കീവേഡ്സില് who, whom, that ഈ 3 കീവേഡും യൂസ് ചെയ്യുന്നത് ഒരു പേഴ്സണെ ആയിരിക്കും. പേഴ്സണ് മനസ്സിലായോ? ഇപ്പൊ who ഇത് സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. നോട്ടില് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇത്രയൊരു who, whom, that, whose ഈ 4 കീവേഡും ഒരു പേഴ്സണെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറയുന്ന. അപ്പൊ എഴുതി വെക്കാം who, whom, that, whose ഈ 4 കീവേഡ് എഴുതിയത് ഒരു സ്ലാഷ് ഒരു ഹാഷ് ഇട്ട് പേഴ്സൺ ഓർ പീപ്പിൾ എന്ന് ഒരു ഹ്യൂമൻ ബീയിങ്സ് ആണ്. ഓക്കെ, അവർ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റിലേറ്റീവ് പ്രോണൗൺ ആണ്. അതായത് who, whom, that, whose. Who, whom, that, whose. ഇത് പേഴ്സൺ, ഒരു പേഴ്സൺ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഹാഷ് ഇട്ടിട്ട് പേഴ്സൺ എഴുതിയാൽ മതി. പേഴ്സൺ ഓർ പീപ്പിൾ എന്ന് എഴുതിയാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യും. ഓക്കെ, എഴുതിയോ? Yes, ma'am. ഇനി നെക്സ്റ്റ് that, which, that, which, ദാറ്റും വിച്ചും നമ്മള് തിങ്സും അനിമൽസിനെയും പറയാൻ വേണ്ടിട്ടാണ്. that, which. അതുപോലെ പേഴ്സണെ നമ്മൾ വിച്ചിൽ പറയും. പേഴ്സൺ അവിടെ നിന്ന് ആഡ് ചെയ്തപ്പോ വിച്ച് ആഡ് ചെയ്തോളൂ. who, whom, whose. പിന്നെന്താണ് നമ്മൾ പറഞ്ഞു, ദാറ്റും പറഞ്ഞില്ലേ പേഴ്സൺ? ദാറ്റ് പറഞ്ഞു, വിച്ചും കൂടെ ഇട്ടോ. പേഴ്സൺ അവിടെ വിച്ചും കൂടെ ആഡ് ചെയ്യാം. അപ്പൊ ഈ പറഞ്ഞ കീവേഡ്സ് എല്ലാം പേഴ്സണിന് ഇൻഡിക്കേറ്റ് ചെയ്യും. ഇതില് അനിമൽസിലും തിങ്സിലും വരുന്നത് ദാറ്റും വിച്ചും മാത്രമാണ്. ഓക്കെ മാം, ഓക്കെ. ഓക്കെ, കുറച്ചും ക്ലിയർ അല്ലേ? ഇനി എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കിയേ, ദിസ് ഈസ് ദ ലേഡി. നിങ്ങൾക്ക് കരുതുന്നത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പറയാം ഡാഷ് വെച്ചിട്ടായിരിക്കും. ദിസ് ഈസ് ദ ലേഡി ഡാഷ് ഹെൽപ്ഡ് മീ എന്നായിരിക്കും ക്വസ്റ്റ്യൻ പറയാം. അപ്പൊ ഈ ഡാഷ് ആയിരിക്കും നിങ്ങൾ ഫിൽ ചെയ്യേണ്ടത്. റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ട് ഈ ഡാഷ് ഫിൽ ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ഇവിടെ ദിസ് ഈസ് ദ ലേഡി ഡാഷ് ഹെൽപ്ഡ് മീ എന്ന് പറയുമ്പോ ലേഡി എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബീയിങ് ആണല്ലേ, പേഴ്സൺ ആണ്. അപ്പോ ഈ ലേഡിക്ക് പറ്റിയ പ്രോണൗൺ ഏതാണ്, റിലേറ്റീവ് പ്രോണൗൺ ഏതായിരിക്കും? ഒരുപാട് റിലേറ്റീവ് പ്രോണൗൺ നമുക്ക് പേഴ്സൺ ആയതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഹൂ വരും. ഹൂ അല്ലെങ്കിൽ നമുക്ക് ഹൂവോ ദാറ്റോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓപ്ഷനെ ബേസ് ചെയ്തിട്ട് വേണം അവിടെ ഫിൽ ചെയ്യാൻ. ഒരിക്കലും ഹൂം ദാറ്റ് ഒരുമിച്ച് വരില്ല. ഓക്കെ, കാരണം ഹൂം ദാറ്റ് നമ്മുടെ ആൻസർ എഴുതാം. അപ്പൊ ഹൂം ദാറ്റും 2 ഓപ്ഷനായിട്ട് വരില്ല. ഇതിൽ ഒന്നേ വരുള്ളൂ. ഒന്നിനും ഹൂം വരും, അല്ലെങ്കിൽ ദാറ്റ് വരും. ഓക്കെ, അതിന്റെ കൂടെ
ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത 3 അക്ഷരമായിരിക്കും വരാം. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ആൻസർ ദാറ്റ് എഴുതാം, ഹൂ ആണുള്ളതെങ്കിൽ ഹൂ എഴുതാം. മനസ്സിലായോ? ബാക്കി ഒന്നും എഴുതാൻ പറ്റില്ല. ഹൂസും എഴുതാൻ പറ്റില്ല, ഹൂവും എഴുതാൻ പറ്റില്ല. കാരണം മീനിങ് മാറും. ഇവിടെ നിങ്ങൾ മീനിങ് കൂടെ നോക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇല്ല, കൺഫ്യൂഷനാണ്. മാം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ദാറ്റ് ഇന്ററോഗേറ്റീവില് വരത്തില്ലല്ലോ. അപ്പൊ അത് ഇന്ററോഗേറ്റീവിന്റെ സെയിം കീവേഡ് അല്ലല്ലോ നമ്മൾ റിലേറ്റീവില് വരണേ. ദാറ്റ് ഇന്ററോഗേറ്റീവ് വരുന്നുണ്ട്. ശരിയാണ്. അത് നേരത്തെ പറഞ്ഞപ്പോഴും മാറിപ്പോയതാ. ടെക്സ്റ്റില് ദാറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. റിലേറ്റീവില് ദാറ്റ് ഉണ്ട്. ഞാൻ ചോദിച്ചത് നേരത്തെ പറഞ്ഞ ഇന്ററോഗേറ്റീവിലും റിലേറ്റീവിലും വരുന്ന കീവേഡ്സ് സെയിം ആന്ന് പറഞ്ഞല്ലോ. അപ്പോ ഇന്ററോഗേറ്റീവില് ഹൂ, ഹൂസ്, ഹും, വാട്ട് ആൻഡ് വിച്ച് ഇത്രയാണ് എന്റെ അത്രേ ഉള്ളൂ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ പറയട്ടെ പ്ലീസ്. എക്സ്ക്യൂസ് മീ. ഹലോ, ഓക്കെ ഞാൻ പറയട്ടെ. മാം പറഞ്ഞത് ഇന്ററോഗേറ്റീവില് വരുന്ന കീവേഡ്സും റിലേറ്റീവില് വരുന്ന കീവേഡ്സും സെയിം ആണ് ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ ജസ്റ്റ് പറഞ്ഞിരുന്നു. അപ്പോ ഞാനിപ്പോ നോക്കുമ്പോ ദാറ്റ് അതിൽ കണ്ടപ്പോ എനിക്കൊരു കൺഫ്യൂഷൻ. കാരണം അത് ഇന്ററോഗേറ്റീവില് ഇല്ലാത്തൊരു സംഭവം അല്ലേ. അപ്പൊ അത് രണ്ടും സെയിം അല്ലല്ലോ എന്നാ ഞാൻ ചോദിച്ചത്. കറക്റ്റ് ആണ് കേട്ടോ, അതെന്റെ മിസ്റ്റേക്ക് ആണ്. കാരണം ദാറ്റ് ഇന്ററോഗേറ്റീവിൽ ഇല്ല, ദാറ്റ് ഉള്ളത് റിലേറ്റീവിലാണ്. ഓക്കെ, ശ്രദ്ധിച്ചില്ല ഞാൻ ദാറ്റ്, ഞാൻ അത്രയും ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ്. ടെക്സ്റ്റിൽ പക്ഷെ കറക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞപ്പോ ഉണ്ടായ മിസ്റ്റേക്ക് ആണ്. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന കറക്റ്റ് ഇന്ററോഗേറ്റീവില് ദാറ്റ് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഇന്ററോഗേറ്റീവ് വരുന്നത് ഹൂ, ഹൂസ്, ഹൂം, വാട്ട് ആൻഡ് വിച്ച്. ഞാൻ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്, പക്ഷെ സെയിം ആണെന്ന് പറയാൻ കാരണം ദാറ്റ് ഞാനിവിടെ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്, സോറി. ഓക്കെ, അപ്പൊ ഇവിടെ ദാറ്റ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ദാറ്റും അല്ല വിച്ച്. ഇവിടെ റിലേറ്റീവ് പ്രോണൗണിൽ വിച്ചും ഉണ്ട്. സെയിം അല്ല, വിച്ചും ദാറ്റും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് റിലേറ്റീവ് പ്രോണൗണില്. ഓക്കെ, അപ്പോ ഉണ്ടല്ലോ. വിച്ചുണ്ട്. സോറി, ഞാൻ വീണ്ടും സോറി പറയും. വിച്ചുണ്ട്. ഓക്കെ, നിങ്ങള് അല്ലെ എല്ലാവരും മനുഷ്യന്മാരാണല്ലോ. നിങ്ങൾ ചോദിക്കുമ്പോ എനിക്കും കൂടെ കൺഫ്യൂഷൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും വരുന്ന സാധനം കൺഫ്യൂഷൻ. അപ്പൊ അങ്ങനെ മാറിപ്പോകുന്നതാണ്. ടെക്സ്റ്റില് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ടല്ലോ. നമുക്ക് ടെക്സ്റ്റ് നോക്കാം. ഞാൻ വായിക്കുമ്പോഴും ഞാൻ കറക്റ്റ് ആയിട്ടാണ് വായിക്കുന്നത്, പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ മാറിപ്പോകുന്നേ ഉള്ളൂ. ഓക്കെ, റിലേറ്റീവ് പ്രൊനൗൺസ് ഇൻ ഇംഗ്ലീഷ് ആർ ഹൂ, ഹും, വിച്ച് ആൻഡ് ദാറ്റ്. ഇങ്ങനെ എഴുതിയിരിക്കും. കറക്റ്റ് പറഞ്ഞത് കറക്റ്റ് ആണ്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ വരുന്ന മിസ്റ്റേക്ക് ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് നോട്ട് എഴുതുമ്പോഴും ടെക്സ്റ്റിലുള്ളതെല്ലാം കറക്റ്റ് ആണ്. രണ്ടിലും കൂടിയിട്ട് വാട്ടും ദാറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഉള്ളൂ എന്ന് തോന്നുന്നു. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അതെ അതെ, അത്രേ ഉള്ളൂ മാം. മാം അതൊന്ന് ക്ലിയർ ചെയ്ത് പറയുവോ? എന്തോ അതിൽ ഏതൊക്കെ വേർഡ്സ് വരുന്നതെന്നൊന്ന് പറയുവോ? കീവേഡ്സ് രണ്ട് സെപ്പറേറ്റ് ചെയ്തൊന്ന് പറയുവോ? റിലേറ്റീവ് പ്രോണൗൺ ചെയ്ത് വെക്കായിരുന്നു. അത് തന്നെ. റിലേറ്റീവ് പ്രോണൗൺ വരുന്നത് ഹൂ, ഹൂസ്, ഹൂം, ദാറ്റ് ആൻഡ് വിച്ച്. ഹൂ, ഹൂസ്, ഹൂം, ദാറ്റ് ആൻഡ് വിച്ച്. ഇതില് ഹൂ, ഹൂസ്, ഹൂം, ദാറ്റും സംടൈംസ് വിച്ചും നമ്മള് പേഴ്സണലി നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പേഴ്സൺസിന് വേണ്ടി. ഓക്കെ, വിച്ച് അങ്ങനെ പൊതുവെ യൂസ് ചെയ്ത് കണ്ടിട്ടില്ല, കുറവാണ്. പക്ഷെ വിച്ച് ഒഴികെ ബാക്കി എല്ലാവരും നമ്മൾ പേഴ്സണിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഹ്യൂമൻ ബീയിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അത് മനസ്സിലാക്കണേ, മാറിപ്പോകരുത്. വിച്ച് ഓർ ദാറ്റും ആനിമൽസിനോ തിങ്സിനോ വേണ്ടിയാണ് മെയിൻലി യൂസ് ചെയ്യാറ്. അതിൽ ഹൂന്ന് വരും, അത് ചില സമയങ്ങളിലും ചില സാഹചര്യങ്ങളിലും വരും. അപ്പൊ മെയിൻലി യൂസ് ചെയ്യുന്നത് വിച്ച് ആൻഡ് ദാറ്റ് തിങ്സിനും അനിമൽസിനും വേണ്ടിയായിരിക്കും.
ഓക്കെ, മനസ്സിലായോ? ഓക്കെ മാം, മനസ്സിലായി. അപ്പോ ഈ നോട്ടില്, എന്റെ നോട്ട് റിലേറ്റീവില് കുറെ ആവശ്യമില്ലാത്ത കയറി വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ഈ നോട്ട് അപ്ലോഡ് ചെയ്യില്ല കേട്ടോ. കാരണം നോട്ടിൽ പറഞ്ഞ സെയിം കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾ നോട്ട് എഴുതിയെടുത്തിട്ടുണ്ട്. പിന്നെ എന്റെ നോട്ടിന്റെ ആവശ്യം നമുക്കില്ല ഐ തിങ്ക്. സോ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാൻ ചാൻസ് ഇല്ല. ഓക്കെ, ചിലപ്പോ അതും കൂടി ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് അപ്ലോഡ് ചെയ്യില്ല മേ ബി. ഓക്കെ, അല്ലാതെ പ്രോണൗണിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇവരുടെ ടെക്സ്റ്റില് ഇവിടെ എക്സസൈസ് 3 കണ്ടോ? എക്സസൈസ് 3 റിലേറ്റീവ് പ്രോണൗണിനെ കുറിച്ചിട്ട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫില്ല് ചെയ്യാനാണ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് വിത്ത് റിലേറ്റീവ് പ്രോണൗൺ, അപ്രോപ്രിയേറ്റ് റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ട് ചെയ്യാം. നിങ്ങളത് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. സെന്റൻസിനെ ബേസ് ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാൻ. ആൻസർ ചെയ്യാൻ പറ്റും നോക്കും. കുറച്ച് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ, അത് നോക്കാം. First, what is the name of the boy dash who won first prize in the speech competition? Who won? Who ആണോ മാം? Who won? Next, Abraham Lincoln dash ഹൂസ് വരുമോ? ഹുമാണ്. ഹൂസാണെന്നോ? കൺഫ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റൻ ആണത്. മിക്ക ക്ലാസ്സിലും കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. ആണോ? അപ്പൊ മാം തന്നെ പറഞ്ഞു ഹൂസാണെന്ന് തോന്നുന്നു. നിങ്ങൾ തന്നെ നോക്കി എന്തായിരിക്കും വരാം. അതിന്റെ ആദ്യം സെന്റൻസിന്റെ മീനിങ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നോക്കാം. അദ്ദേഹത്തിന്റെ എന്നല്ലേ മാം ഉദ്ദേശിക്കുന്നതാണോ? ആണോ? അപ്പൊ ഹൂസ് അല്ലേ വരുന്നേ? അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ ഇവിടെ മീനിങ് ഒന്ന് നോക്കിയേ നിങ്ങള്. എബ്രഹാം ലിങ്കൺ എന്താണ് മീനിങ്? എന്താണ് സെന്റൻസിന്റെ? ഇവിടെ ശരിക്കും സെന്റൻസ് തന്നെ ഇതിന് മിസ്റ്റേക്ക് ആയിട്ട് തോന്നുന്നു. ഈ വിൽക്സ് ബൂത്ത് പേരാണോ ഒരാളുടെ? അതെന്ത് ആണോ? ഇപ്പൊ എബ്രഹാം ലിങ്കൺ ഹൂസ് ആണോ ഹുമ്മാണോ? അത് സെന്റൻസ് തന്നെ ഒരു പ്രശ്നമുണ്ട് മാം പറഞ്ഞു. ഉദ്ദേശിക്കുന്ന മീനിങ് ഇതാണ്. വിൽക്സ് ബൂത്തിന്റെ വെടിയേറ്റ് മരിച്ച ജനിച്ചത് ഒരു ഹട്ടിലാണ്. ആ സെന്റൻസ് അതിന്റെ മിസ്റ്റേക്ക് ആണ്. മനസ്സിലായോ? വിൽക്സ് ബൂത്തിന്റെ അവിടെ പറയുന്നത് എബ്രഹാം ലിങ്കനെ കുറിച്ചിട്ടാണ്. പക്ഷെ വിൽക്സ് ബൂത്തിന്റെ വെടിയേറ്റ് മരിച്ച എബ്രഹാം ലിങ്കൺ ജനിച്ചത് ഒരു ഹട്ടിലായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോ ഇവിടെ പറയേണ്ടത് വിൽക്സ് ബൂത്തിന്റെ വെടിയേറ്റ് മരിച്ച എന്നാണ്. അവിടെ ഏത് വിഷയം കൊടുക്കാം? ആരുടെയും വെടിയേറ്റ് മരിച്ചാന്ന് ചോദിച്ചാൽ എന്താ ഫ്രൂട്ട്സ് കഴിക്കും? ആ ക്വസ്റ്റ്യൻ നിങ്ങൾ വിട്ടേക്കും. അത് ഒരുമാതിരി ക്വസ്റ്റ്യൻ ആണ്. അത് എനിക്ക് ക്ലാസ്സിലുണ്ടാവും. തെറ്റാണ്, കറങ്ങി പോകുന്നു. മിസ്റ്റേക്ക് ആണ്, അത് വിട്ടേക്കൂട്ടോ. ഇനി നെക്സ്റ്റ് ഓക്കെ. The book that you gave me is somehow lost. The book that gave me some. That
നമുക്ക് വിച്ച് അല്ലെങ്കിൽ ദാറ്റ് യൂസ് ചെയ്യാം കേട്ടോ, മിസ്റ്റേക്ക് ഇല്ല. അത് ഓപ്ഷനെ ബേസ് ചെയ്തിരിക്കും. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഹൂ, ദാറ്റ്, ഹൂസ്, ഹൂ, ഇങ്ങനെ 4 ഓപ്ഷൻ തന്നു. ഈ ഓപ്ഷനില് ദാറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ അല്ലെ, ബാക്കി എല്ലാം ഹൂ, ഹൂം, ഹൂസ് ആണ്, ദാറ്റ് ഉണ്ട്, 4 ഓപ്ഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ദാറ്റ് എഴുതാം. ഇനി ദാറ്റിന് പകരം വിച്ച് ആണ് വന്നിട്ടുള്ളത്. ഹൂ, ഹൂം, വിച്ച്, ഹൂസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ വിച്ച് മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ആൻസർ വിച്ച് എഴുതാം. മനസ്സിലായോ? മാം ഒരു സംശയം ചോദിച്ചോട്ടെ? എഴുതാം അല്ലേ നമുക്ക്? എന്തോ നമുക്ക് തിങ്സ് വരുമ്പോ വിച്ചോ ദാറ്റോ ഏത് വേണമെങ്കിലും എഴുതാവോ? എഴുതാം. അത് ഓപ്ഷനിൽ ഉള്ളതനുസരിച്ച് എഴുതാം. ഓപ്ഷനിൽ വിച്ച് മാത്രം ഉണ്ടെങ്കിൽ വിച്ച് എഴുതാം, ദാറ്റ് മാത്രം ഉണ്ടെങ്കിൽ ദാറ്റ് എഴുതാം. രണ്ടും ഒരുമിച്ച് ഓപ്ഷനിൽ വരില്ല. ഒരിക്കലും വിച്ചും ദാറ്റും ഒരുമിച്ച് വരില്ല. ഓക്കെ ഓക്കെ മാം. ഇനി അടുത്തൊരു വായിക്കും ക്വസ്റ്റ്യൻ. ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി. ഒരു കാര്യം ചെയ്തേ, നിങ്ങൾ തന്നെ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ പറഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ, ഞാൻ ചെയ്യേണ്ടതല്ല. മാം അപ്പൊ ഓപ്ഷൻ തരുമോ? ഓപ്ഷൻ ഞാൻ തരാം, നിങ്ങൾ തന്നെ ആൻസർ പറയാം. നമ്മൾ തന്നെ നിങ്ങൾ ആൻസർ പറയാം. The Oxford English Dictionary is the best dictionary that you can study എന്ന് പറയാനോ, which you can study. വിച്ച് അല്ലേ മാം വരിക? വിച്ച് എനിക്കൊന്ന് ഡി ദാറ്റ് ആയിരിക്കും. ഇവിടെ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി, ഡിക്ഷണറി എന്ന് പറയുന്നത് ഒരു തിങ് ആണ്. അവിടെ വിച്ചും ദാറ്റും യൂസ് ചെയ്തുകൊണ്ട് മിസ്റ്റേക്ക് ഒന്നും വരില്ല. ഓക്കെ, നിങ്ങൾ നോക്കേണ്ടത് ആ സെന്റൻസിനെ ബേസ് ചെയ്തിരിക്കുന്നത് പേഴ്സണെ കുറിച്ചിട്ടാണോ, തിങ്സിനെ കുറിച്ചിട്ടാണോ, അനിമൽസിനെ കുറിച്ചിട്ടാണോ എന്ന് ആദ്യം നോക്കാം. എന്നിട്ട് അതിനെ പറ്റിയ റിലേറ്റീവ് പ്രോണൗൺ ആഡ് ചെയ്യും. അത്രയും ഉണ്ട്, സിമ്പിൾ ആണ്. അടുത്തത് വായിക്കൂ, ഈ വായിക്കൂ. That is the woman whose car was stolen. Whose are ma'am? Whose? Whose ആണ് മാം? Whose car? Yes. ഇനി നിങ്ങൾക്ക് ഈ റൂം ഹൂസ് ഒക്കെ യൂസ് ചെയ്യാൻ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ദിസ് ഇസ് ദ വുമൺ ഡാഷ് കാർ വാസ് സ്റ്റോളൻ ലാസ്റ്റ് നൈറ്റ്. ഇത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു നോക്കിയേ, ആരുടെ കാറാണ് ഇന്നലെ രാത്രി മോഷ്ടിക്കപ്പെട്ടത്? അപ്പൊ അവിടെ വന്ന ക്വസ്റ്റ്യൻ കോഡ് ഏതാണ്? ആരുടെ? ഹൂസ്. ആരുടെ എന്ന് പറയുന്നത് ഹൂസ് ആണ്. സോ ഹൂസ് അവിടെ ആഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ദാറ്റ് അല്ലേ മാം? ദാറ്റ്സ് എന്ന് ആയാലോ മാം? ദാറ്റ് ഈസ് ദ വിമൻ ദാറ്റ്സ് കാർ വാസ് അങ്ങനെ ആയാലോ? ശരിയാവോ തെറ്റാവോ? The two girls dash I met your brothers were doctors. രണ്ട് ഗേൾസിനെ ബ്രദറിന്റെ കൂടെ കണ്ടവർ ഡോക്ടർ ആയിരുന്നു. ഹോം വരും മാം. The two മാം ഈ ആരെയാണ് ബ്രദറിന്റെ കൂടെ കണ്ടതെന്ന് വേണ്ടി ചോദിച്ചത് അല്ലേ? ടു ഗേൾസിന് അല്ലേ? അല്ലാതെ ഏതൊക്കെ എന്നൊരു ചോദ്യം വരില്ല അല്ലെ? വിച്ച് എന്നുള്ള ചോദ്യം വരില്ല. ദാറ്റ് ഒരു ചോദ്യം വരും. The two girls that I met with your brothers were doctors. The two girls who I met with your brothers were doctors. ഏതാണ് കറക്റ്റ്? ദാറ്റ് അല്ല മാം, കുറച്ചുകൂടെ മാച്ച് ആണെന്ന് തോന്നുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ വരാണെങ്കിൽ ഓപ്ഷൻ ബേസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ മതി. രണ്ടും ഒരിക്കലും തോന്നാവില്ല, രണ്ടും കറക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഹൂം ദാറ്റും കറക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഓപ്ഷനെ ബേസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ നോക്കാം. ഓക്കെ, സെന്റൻസിന്റെ കുറച്ച് മിസ്റ്റേക്സ് ആണ്. അങ്ങനെ ഒരിക്കലും രണ്ട് ഓപ്ഷൻസ് വെച്ചിട്ട് ഒരു സെന്റൻസ് മേക്ക് ചെയ്യാൻ പാടില്ല ശരിക്കും. ചോദിച്ചോളൂ മാം. നമുക്കിപ്പേ ഇതില് ഇപ്പൊ ക്വസ്റ്റ്യൻ തരുമ്പോ നമുക്ക് ഇതെല്ലാം ഫില്ല് ചെയ്തിട്ടല്ലേ തരുള്ളൂ? അതല്ല, നമുക്കിപ്പോ ക്വസ്റ്റ്യൻ വരുവാണെങ്കില് ഇപ്പൊ ഇത് ഏത് പ്രോനൗൺ ആണെന്ന് എന്നും അല്ലേ നമുക്ക് ചോദിക്കുള്ളൂ? സോറി, ഇത് ഇങ്ങനെ തന്നെയാണ് റിലേറ്റീവ് പ്രോണൗൺ വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ തന്നെ കണ്ടുപിടിക്കണം അല്ലേ? അതെ, ഓക്കെ മാം. ഉറക്കത്തില്ല, എണീറ്റില്ല. എല്ലാം ഇങ്ങനെ വരും, പക്ഷെ റിലേറ്റീവ് പ്രോണൗൺ ഇങ്ങനെ ആയിരിക്കും കേട്ടോ.
അതാണ് ഞാൻ ഇതന്നെ പറഞ്ഞത്. റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് ഓർത്തായിരുന്നു. റിസ്ക് കുറച്ച് എടുക്കുന്നത് നല്ലതാണ്. മിസ്സേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമ്മൾ ഈ അബ്രഹാം ലിങ്കന്റെ ക്വസ്റ്റ്യൻ വിട്ട് കളഞ്ഞില്ലേ, അതില് വിൽസ് ബൂത്തിന്റെ വെടിയേറ്റ് മരിച്ചത് ആരാണോ ആ ആൾ ജനിച്ചത് ഹട്ടിലാണെന്നല്ലേ? അപ്പൊ അവിടെ ഹൂം യൂസ് ചെയ്യാൻ പാടില്ലേ? കുഴപ്പമില്ല. ഞാൻ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കറക്റ്റ് പറയാൻ. ആരുടെ ആരുടെ വെടിയേറ്റ് മരിച്ച ആളാണ് എന്റെ നാട്ടിൽ ജനിച്ചതെന്ന് പറയുമ്പോൾ അങ്ങനെ ചോദിക്കാം, മിസ്റ്റേക്ക് ഒന്നുമില്ല. ഓക്കെ, പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ വരും. എക്സാമിൽ വരില്ല, അതുകൊണ്ട് പേടിക്കണ്ട. ക്വസ്റ്റ്യൻസ് വരുന്നത് എക്സാമിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സിമ്പിൾ ആയിരിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട. നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചാൽ മാത്രം മതി. ക്വസ്റ്റ്യൻസ് നല്ലൊരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 2 ഓപ്ഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. ഓക്കെ, ഇപ്പൊ ഇവിടെ ടു ഗേൾസ് അവിടെ 2 ഹൂം ദാറ്റ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനത്തെ കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല, അതിൽ ടെൻഷൻ വേണ്ട. ഓക്കെ, അപ്പോ ഇതൊന്ന് പെട്ടെന്ന് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് ഒന്ന് വൈൻഡപ്പ് ചെയ്യായിരുന്നു. എത്ര പഠിച്ചാൽ എക്സാം എന്നൊക്കെ പറഞ്ഞ ഒരു ഭാഗ്യമാ, അന്നേരത്തെ ഇതുപോലെ ഇരിക്കും കറക്റ്റ് ആവുന്നതൊക്കെ. നമ്മുടെ സെൻസ് ഉപയോഗിച്ചിട്ടാണ് കുറച്ചും എഴുതേണ്ടത്. ഇംഗ്ലീഷ് അങ്ങനെയാണ്, നമ്മൾക്ക് മനസ്സിലായ രീതിയിലായിരിക്കണം നമ്മൾ ഇംഗ്ലീഷ് എഴുതുന്നത്. അത് ഞാൻ പറഞ്ഞത് നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കി പഠിക്കുക. വയനാട്ട് പഠിച്ചാൽ പണിയാണ്, മനസ്സിലാവുന്നും നിങ്ങൾ എഴുതുന്നത് കൊണ്ടത്തിൽ തിരക്കുള്ളൂ. എപ്പോഴും നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ ഒരിക്കലും ഇതൊന്നും മറക്കില്ല. ഇത് മറക്കാൻ പാടില്ല, ബേസിക് ആണ്. എപ്പോഴെങ്കിലും ലൈഫിൽ ആവശ്യം വരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അത് നിങ്ങൾ ആദ്യം ഓർക്കാം. മറ്റു സബ്ജക്റ്റിനെ പോലെ അല്ല. ഇംഗ്ലീഷ് നിങ്ങൾ കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാം. ഇംഗ്ലീഷ് അറിയാണെങ്കിൽ അതൊക്കെ എപ്പോഴേയും എന്ത് ജോലിക്ക് വേണമെങ്കിലും പോകാം. അത് നിങ്ങൾ മനസ്സിലാക്കും. ബാക്കി സബ്ജക്റ്റിനെ പോലെ അല്ല ഇംഗ്ലീഷ്, ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ്. ഇതുണ്ടെങ്കിൽ എത്രയോ നല്ല ജോലി നമുക്ക് കിട്ടും. സ്കില്ലാണ്. നമുക്ക് ഒരാൾക്ക് എല്ലാവർക്കും ക്വാളിഫിക്കേഷൻ ഉണ്ടാവും, സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ സ്കില്ല് ഉള്ളവര് കുറവാണ്. ആ സ്കില്ലിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയാന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. നിങ്ങള് എന്തെങ്കിലും ആഡ് കാണുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയേ, ടീച്ചേഴ്സിന് ആവശ്യമുണ്ട് എന്ന് പറയുന്നൊരു ആഡ് ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ കൊടുക്കും. അതിന്റെ താഴെ കൊടുക്കുന്ന സ്കില്ലാണ് എന്താണ്? മസ്റ്റ് ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ്. ഫ്ലുവൻസി വേണം ഇംഗ്ലീഷിൽ. ആ ഒരു സ്കിൽ ഇല്ലാത്തതുകൊണ്ട് എത്ര പേര് ജോലിക്ക് പോകാത്തുണ്ട്. ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്, ഫയലിൽ അടക്കി അലമാരിൽ വെച്ചിട്ടുണ്ട് അല്ലെ. ഡിഗ്രി ഉണ്ടാവും, PG ഉണ്ടാവും, B.Ed ഉണ്ടാവും, M.Ed ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം ഇതിന് പുറമേ ഒരെണ്ണം വേണം, എന്ത് സ്കില്ല് വേണം. അപ്പൊ ഇമ്പോർട്ടന്റ് സ്കില്ലിനാണ്. ക്വാളിഫിക്കേഷൻ എളുപ്പമാണ് കിട്ടാനായിട്ട്, പക്ഷെ സ്കില്ല് കിട്ടാൻ കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സ്കില്ല് കിട്ടുള്ളൂ. ആ സ്കില്ലിന് വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ട എന്തായാലും ചെയ്യണം. ഫിയർ മാറുന്നത് എന്താണെന്ന് അറിയോ? ഈ പേടി വരുന്നത് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടാണ്. ഏതൊരു ഇന്റർവ്യൂവിൽ പോകുമ്പോഴും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ഓർത്താണ് പേടി വരുന്നത് അല്ലേ? അപ്പൊ ഇംഗ്ലീഷ് അറിഞ്ഞാൽ ഈ പേടി വരുമോ? ഇല്ല, ഈ പേടിയും വരില്ല. കോൺഫിഡൻസ് ലെവലിൽ കൂടെ ഉള്ളൂ, കുറയില്ല. ആരുടെ മുന്നിൽ എവിടെ പോയിരുന്നത് ഫേസ് ടു ഫേസ് നമുക്ക് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് വരും. അപ്പോ ഇതെല്ലാം കിടക്കുന്നത് നിങ്ങളുടെ പേടിയിലല്ല, ഇംഗ്ലീഷില്ലാത്തതാണ്. അപ്പൊ ആ ഇംഗ്ലീഷ് പഠിക്കുക. ആ ഇംഗ്ലീഷ് പഠിച്ചാൽ താൻ ഇതെല്ലാം കുറെ വരും. നിങ്ങൾ വിചാരിക്കാത്ത ലൈഫ് സ്റ്റൈൽ ആയിരിക്കും, നിങ്ങൾ വിചാരിക്കാത്ത ഓപ്പർച്യൂണിറ്റീസ് വരും, നിങ്ങൾ വിചാരിക്കാത്ത ഫിനാൻഷ്യൽ സ്റ്റേബിൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഇതെല്ലാം വരുന്നത് ഈ പറഞ്ഞ ഈ ഒരു ലാംഗ്വേജിലൂടെയാണ്. അപ്പൊ പഠിക്കേണ്ടത് എന്താ? ഈ ഒരു ലാംഗ്വേജ് അല്ലേ. പേടിച്ചു പോയി. അതാണ് പറഞ്ഞത്. അപ്പൊ ഇത് പഠിക്കുക, ഏറ്റവും ഇമ്പോർട്ടന്റ് ഇത് പഠിക്കാന്നാണ്. ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ചാപ്റ്റർ നൗൺ ആൻഡ് പ്രോണൗൺ എന്ന് പറയുന്ന ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ കൂടെ നമുക്ക് ഒന്നുകൂടി റിവൈൻഡ് ചെയ്യാം. അതിനുശേഷം ഇതിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടാകും. കാരണം നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ അതിന്റെ ബേസ് ചെയ്തിട്ട് ഒരു മോക്ക് ടെസ്റ്റ് അടുത്ത ക്ലാസ് നമ്മൾ റിവൈൻഡ് ചെയ്തതിനു ശേഷം മാത്രമേ മോക്ക് ടെസ്റ്റ് ഇടുള്ളൂ. ഓക്കെ, കുറച്ചുകൂടെ നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. സൈൻ ഔട്ട് ഉണ്ടോ? പിന്നൊരു കാര്യം, നമ്മുടെ ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിൽ റിവൈൻഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ ഒരു ടോപ്പിക് കൂടെ പറഞ്ഞാലും നമുക്ക് സംസാരിക്കാം. റെഡിയാണോ? ഒരു ടോപ്പിക് പറയുമ്പോൾ സജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പറയാം. ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ് നിങ്ങൾ തന്നെ പറയും. നിങ്ങളുടെ ലൈഫില്
നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഇംഗ്ലീഷ് എന്നുള്ള ടോപ്പിക് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് നോക്കാം. പക്ഷെ എഴുതി വെച്ച സാധനം വായിക്കരുത് കേട്ടല്ലോ. എഴുതി വെക്കുന്നത് വായിക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ എഴുതി വെച്ചിട്ട് വായിക്കരുത്. ഒന്നുകൂടി പറഞ്ഞ മാം, ഒന്നുകൂടെ പറയോ? ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ് ഇൻ യുവർ ലൈഫ്, ഇൻ അവർ ലൈഫ്. ഓക്കെ, നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ലാംഗ്വേജിനുള്ളത്. ആ ഒരു ടോപ്പിക് നമുക്ക് ഒരു ഹാഫ് ആൻ അവർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എല്ലാവരും കൂടെ പറയാൻ പറ്റില്ല, എന്നാലും അത്രയും പറയാൻ താല്പര്യമുള്ളത് ഉള്ളവർ പറയാം. കാരണം എല്ലാവരും പറയാനില്ലെങ്കിൽ ആയിരിക്കില്ല. മലയാളത്തിൽ ഒരുപാട് അറിയും, പക്ഷെ അത് പുറത്തേക്ക് വരുന്നില്ല. എഴുതാണെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുന്നത് മാം ഞങ്ങളുടേതായ വാക്കിൽ ഞങ്ങൾ എഴുതിയിട്ട് വായിക്കാം, അതാവുമ്പോ ഇച്ചിരി ഉഷാറിൽ കിട്ടും. അതാണ് നല്ലത്. ഓക്കെ, ഒരു നോട്ട്ബുക്ക് ഇതിന് വേണ്ടി എടുക്കുക. കാരണം നമ്മൾ ഇനി വരുന്ന ക്ലാസ്സിൽ ഓരോ ടോപ്പിക് എല്ലാം പറയും. അപ്പോ നോട്ട്ബുക്ക് എടുത്ത് വെക്കുക. ആ നോട്ട്ബുക്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇല്ലെന്ന് തോന്നുന്നു അത് മാത്രം എഴുതുക. അത് വേണമെങ്കിൽ നിങ്ങൾ നോക്കി വായിച്ചു. അല്ലാതെ ഗൂഗിളിൽ നോക്കിയിട്ട് അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് വായിക്കാനാണെങ്കിൽ നടക്കില്ല. കേട്ടല്ലോ? ഓക്കെ മാം, അങ്ങനെ എഴുതിക്കോളാം. ഞങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോ പെട്ടെന്ന് കിട്ടൂല. അപ്പൊ നമുക്ക് തന്നെ എഴുതി കഴിഞ്ഞിട്ട് അത് പൊട്ടത്തെറ്റാലും കുഴപ്പമില്ലല്ലോ. എഴുതിയാൽ മതി. അപ്പോ ഇത് എഴുതാം. അതിന് നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. മാക്സിമം എല്ലാവരും ഈ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അത് പറയുമ്പോ നിങ്ങൾ എഴുതിയ കാര്യം നിങ്ങൾ നന്നായിട്ട് എഴുതാൻ നോക്കുക. എഴുതിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, സംസാരിക്കാനുള്ള പറയുന്നത് കേട്ടോ. റൂമിൽ പോയിരുന്ന് ഒരു മുരാന്റെ ഫ്രണ്ടിൽ ഇരുന്ന് നിങ്ങൾ എന്നോട് പറയുന്ന രീതിയിൽ പറയാം. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ക്ലാസ്സിലേക്ക് വാട്ടോ. അപ്പൊ നിങ്ങൾക്ക് മാം എടുത്ത് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കരുത് കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം മുട്ടിപ്പോവും. അതൊന്നും പറയാൻ പറ്റില്ല. ഇല്ല, ചിലപ്പോൾ നിങ്ങൾ പറയുമ്പോൾ എഴുതി വെച്ചിട്ട് വായിക്കുമ്പോ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ചിലപ്പോൾ ആ ടൈമിൽ കിട്ടും. മനസ്സിലായോ? ഞാൻ ചോദിക്കുമോ എന്തെങ്കിലും കിട്ടാതിരിക്കുമോ? നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ക്ലാസ് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ ചിലപ്പോ ഞാൻ മൺഡേ ചിലപ്പോ കയറാൻ ചാൻസ് ഉണ്ടാകാം ക്ലാസ് ചിലപ്പോ. അപ്പൊ നിങ്ങൾ ഈ ആഴ്ച തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചോ. ഇനി അങ്ങനെ മൺഡേ ഞാൻ വന്നാല് അത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ മൺഡേ എന്ത് പറ്റി മാം? 2 ദിവസം കഴിഞ്ഞ വീക്കും ലീവായിരുന്നു. വേറെ ക്ലാസ് തിരക്കിലാണ്. ചിലപ്പോ മൺഡേയിൽ കയറാം, അല്ലെങ്കിൽ എന്നോട് കയറാൻ മതി. ഞാൻ ചിലപ്പോൾ കയറേണ്ടി വരും. അതുകൊണ്ടാണ് നിങ്ങൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെക്കും. ഓക്കെ, ഓക്കെ. സൈൻ ഔട്ട് ഉണ്ടോ? ആരും ഇല്ലെങ്കിൽ ഞാൻ പറയാം മാം. സൈൻ ഔട്ട് പറഞ്ഞോ. Good afternoon, all of you. Sign out by Habiba. Don't close the book when bad things happen in your life. Just turn the page and begin a new chapter. Thank you. Have a nice day. Okay. ഇനി നിങ്ങൾ സൈൻ ഔട്ടും തോട്ട് ഓഫ് ത്രീയും പറയില്ലേ, നോക്കി വായിക്കരുത്. ഇത് ബൈഹാർട്ട് ചെയ്തിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടൊന്ന് പറഞ്ഞു നോക്കി. ഒരിക്കലും നിങ്ങൾ അത് വായിക്കുന്നത് പോകില്ല. നിങ്ങൾ ഇതെല്ലാരും എഴുതി വെച്ചിട്ട് നോക്കി വായിക്കുകയാണോ ചെയ്യാറ്? ആണോ? ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ. നിങ്ങള് തുടർച്ച ചെയ്യാൻ എന്തായാലും അത് പ്രിപ്പയർ ചെയ്തിട്ട് ക്ലാസ്സിൽ ഒന്ന് പറയും. നിങ്ങൾക്ക് ഓൺ വേർഡ്സിൽ പറയും. എന്തും പൊട്ടത്തെറ്റാണെന്ന് ടീച്ചേഴ്സ് അതൊന്നും നോക്കില്ല. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഓൺ വേർഡ്സിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അപ്പൊ നോക്കി വായിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും എപ്പോഴും എന്നും മൂന്നും നിങ്ങൾ നോക്കി വായിക്കേണ്ടി വരും. ബൈഹാർട്ട് ചെയ്യാം. ഇപ്പൊ പറയുന്ന എല്ലാ തോട്ടും നല്ലതാണ്. ഏതൊരാൾക്ക് നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റിയ തോട്ടാണ് നിങ്ങൾ എല്ലാ ക്ലാസ്സിലും പറയുന്നത്. മനസ്സിലായോ? അത് നിങ്ങൾ ആ ഒരു മീനിങ് വെച്ചിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തോട്ടാണ് തന്നെയാണ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. ഇതെല്ലാം ഒരു നോളജ് അല്ലേ? അപ്പൊ നോക്കി വായിക്കാതെ നിങ്ങൾ പറയാൻ നോക്കാം. ഓക്കെ, അപ്പൊ ഓക്കെ. താങ്ക് യു മാം. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am.